ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 24-ാമത്തെ ശ്ലോകം നോക്കാം. ദിഷ്ട്യാ സംസാരചക്രേസ്മിൻ വർത്തമാനഃ പുനർഭവഃ ഉപലബ്ധോ ഭവാനദ്യ ദുർലഭം പ്രിയദർശനം. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പറഞ്ഞിരുന്നു 23-ാമത്തെ മുതലുള്ള ശ്ലോകങ്ങൾ. ഇവിടെ വസുദേവര് നന്ദഗോപരോടായി ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ആ വസുദേവരും നന്ദഗോപരുമായിട്ടുള്ള ഒരു സംവാദ രൂപത്തിൽ അവർ തമ്മിലുള്ള ഒരു സംസാരമാണ്, ഒരു സംഭാഷണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ 24-ാമത്തെ ശ്ലോകം, അതായത് ആദ്യം പറഞ്ഞത് നമ്മൾ കണ്ടു. ഇനി 2-ാമത്തെ ശ്ലോകം പറയുകയാണ്. ദിഷ്ട്യ. ദിഷ്ട്യ എന്നാൽ ഏറ്റവും മഹാഭാഗ്യമാണ്. എന്ത്? സംസാരചക്രേസ്മിൻ, സംസാരചക്രേ അസ്മിൻ എന്നിങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സംസാരചക്രേസ്മിൻ. അസ്മിൻ എന്ന് പറഞ്ഞാൽ ഈ എന്നുള്ളത്. സംസാരചക്രേ, ഈ ഒരു സംസാരചക്രത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജനന മരണമാകുന്ന ഈ ഒരു ചക്രത്തിലെ ആ ഒരു ചാക്രികമായ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന അഥവാ ജനനത്തിന് മുൻപുള്ള ഒരു ലോകം നമുക്ക് അവ്യക്തമാണ്. എവിടെയായിരുന്നു ഈ ആത്മാവ്, എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അവ്യക്തമാണ്. ഇനി മരണശേഷമുള്ള നമ്മുടെ ഒരു ജീവിതം ചോദിച്ചാലും അതും അവ്യക്തമാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ ആത്മാവ്, എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഈ അവ്യക്തമായ 2 ലോകങ്ങളാണ് ജനനത്തിന് മുൻപുള്ളതും മരണത്തിന് ശേഷമുള്ളതും. എന്നാലോ ഈ ഒരു ജനന മരണത്തിനിടയ്ക്കുള്ള ഈ ഒരു കാലയളവ്, അത് ചിലർക്ക് വളരെ ചെറുതാവാം, ചിലർക്ക് വളരെ നീളമുള്ളതാവാം, ദൈർഘ്യമുള്ളതായിരിക്കും. അല്ലേ? വളരെ 100ഉം 130ഉം ഒക്കെ വയസ്സ് വരെ ജീവിക്കുന്നവരുണ്ടാവാം. ജനിക്കുന്ന ഉടനെ തന്നെ മൃത്യുവിൻ്റെ കരങ്ങളിൽ അകപ്പെടുന്ന, അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുമ്പോൾ തന്നെ മൃത്യുവിൻ്റെ കരങ്ങളിൽ അകപ്പെടുന്ന ആത്മാക്കളുമുണ്ട്. അപ്പോൾ ഇതിനിടയിലുള്ള ഈ ഒരു കാലം, അതിനെയാണ് സംസാരം എന്ന് പറയുന്നത്. ഈ ഒരു സംസാര ചക്രം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ അവ്യക്തമായ 2 ലോകങ്ങൾക്കിടയിലുള്ള ഈ ഒരു കാലം, നിർണയിക്കാനാവാത്ത കാലപരിമിതിയുള്ള ഈ ഒരു കാലം, ഇതും അവ്യക്തം തന്നെയാണ്. പക്ഷെ വ്യക്തതയുടെ ഒരു ആവരണമാണ് ഇത് അണിഞ്ഞിരിക്കുന്നത്. നമുക്കൊന്നും അടുത്ത നിമിഷം എന്താണ് നടക്കുന്നത് എന്നറിയില്ല. പക്ഷെ മായയുടെ പ്രഭാവം കൊണ്ട് നമ്മൾ ഓരോരുത്തരും അടുത്തൊരു 10 വർഷത്തേക്ക്, അല്ലെങ്കിൽ 20 വർഷത്തേക്ക്, അല്ലെങ്കിൽ 50 വർഷത്തേക്കുള്ള സ്വപ്നങ്ങൾ കാണുന്നവരും കണക്കുകൂട്ടലുകൾ നടത്തുന്നവരുമാണ്. കാരണം നമ്മളൊക്കെ ഈ മായയുടെ പ്രഭാവത്തിൽ പെടുന്നത് കൊണ്ട് തന്നെ നമുക്കൊക്കെ അടുത്തൊരു 50 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം നമുക്കൊക്കെ ഇങ്ങനെ കാണാൻ, സങ്കല്പിക്കാൻ കഴിയുകയാണ്. ഒരു വ്യക്തത നമുക്ക് തോന്നിപ്പിക്കുകയാണ്. എന്നാൽ അടുത്ത നിമിഷം പോലും അവ്യക്തമാണെന്നിരിക്കെ, ഈ അവ്യക്തമായ 2 ലോകങ്ങൾക്കിടയിലെ, ജനനത്തിനു മുൻപും മരണത്തിന് ശേഷവുമുള്ള 2 അവ്യക്തമായ ലോകങ്ങളുടെ ഇടയിൽ അവ്യക്തത നിറഞ്ഞു നിൽക്കുമ്പോഴും ഈ ഒരു ജീവിതം എന്ന് പറയുന്ന ഈ ഒരു കാലയളവ് വ്യക്തതയുടെ ആവരണമണിഞ്ഞ ഈ മായാഭഗവതി നമ്മളെ ഇങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതും ഒരു മായയാണ്. കാരണം അടുത്ത നിമിഷം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് പോലും മായയാണ്. അതും വ്യക്തമല്ലാത്തതാണ്, അല്ലെങ്കിൽ അതിന് ഉറപ്പില്ലാത്തതാണ്, അത് ഇല്ലാത്തതാണ് എന്ന് തന്നെ പറയാം. കാരണം ഇന്ന് ഈ നിമിഷം കഴിഞ്ഞാലേ അടുത്ത ഒരു നിമിഷമുള്ളൂ. ഈ നിമിഷം കഴിയുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അവ്യക്തതയുടെ 2 ലോകങ്ങൾക്കിടയിൽ വ്യക്തതയുടെ ആവരണമണിഞ്ഞ അവ്യക്തതയുടെ ഒരു യാത്രയാണ് ഈ ഒരു സംസാരം എന്ന് പറയുന്നത്, ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ ഒരു സംസാര ചക്രത്തിൽ വർത്തമാനഃ, വർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഓരോരുത്തരും അനുനിമിഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ക്രിയാരൂപത്തിലും ഒക്കെ നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ വർത്തിച്ചുകൊണ്ടിരിക്കുന്ന
പുനർഭവഃ. പുനർ എന്നാൽ വീണ്ടും, പുതിയത് എന്നൊരർത്ഥം. ഭവഃ ജന്മം. അപ്പോൾ ഒരു പുതിയൊരു ജന്മം. ഉപലബ്ധോ, ഉപലബ്ധ എന്നാൽ ലഭിച്ചതായി, കിട്ടിയതായി. ഭവാൻ അദ്യ, ഭവാൻ അദ്യ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭവാൻ അദ്യ. ഭവാൻ എന്ന് പറഞ്ഞാൽ അങ്ങ്. ആര്? നന്ദഗോപര്. ഇവിടെ പറയുന്നത് വസുദേവരാണ്. അപ്പോൾ നന്ദഗോപര് അങ്ങേക്ക് പുതിയൊരു ജന്മം ലഭിച്ചതായി. അദ്യ, ഇപ്പോൾ പുതിയൊരു ജന്മം ലഭിച്ചതായി. ദുർലഭം, ദുർലഭം എന്ന് പറഞ്ഞാൽ ലഭിക്കാൻ പ്രയാസമുള്ളത്, അഥവാ ദുർലഭമാണല്ലോ, നമുക്കത് അങ്ങനെ കിട്ടുന്നതല്ലല്ലോ. പ്രിയ ദർശനം, പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുന്നത്, അവരെ കണ്ടുമുട്ടുന്നത് തന്നെ വളരെ ദുർലഭമാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ ഒരു സംസാര ചക്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേക്ക് ഇപ്പോൾ ഒരു പുതിയ ജന്മം കിട്ടിയതായി അറിയുന്നത് തന്നെ, അല്ലയോ നന്ദഗോപരെ, വളരെ മഹാഭാഗ്യമാണ് ഇങ്ങനെ ഒരു പുതിയ ജന്മം കിട്ടുന്നത് തന്നെ. പിന്നെ പറഞ്ഞത്, ഈ ഒരു സംസാര ചക്രത്തിൽ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുന്നത് ദുർലഭമാണല്ലോ. അപ്പോൾ ആദ്യത്തെ കാര്യം പറഞ്ഞ സംസാര ചക്രത്തിൽ പുതിയൊരു ജന്മം കിട്ടിയത്. എന്തുകൊണ്ടാണ് നന്ദഗോപർക്ക് ഇവിടെ പുതിയൊരു ജന്മം എന്ന് പറഞ്ഞത്? ഇവിടെ നമുക്കറിയാം, ഇത്ര കാലവും സന്താനത്തിനുള്ള ഒരു സന്തതി ലബ്ധിക്കുള്ള ഭാഗ്യമില്ലാതെ ഇരുന്ന നന്ദഗോപർക്ക് ഇപ്പോൾ പുതിയൊരു ജന്മം കിട്ടിയിരിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെ തൻ്റെ ഉണ്ണിയായി പിറന്നപ്പോഴാണ്. അപ്പോൾ ആ വാർദ്ധക്യത്തിൻ്റെ അംഗീകരിക്കാതെ ആണെങ്കിലും അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു. കാരണം ഉള്ളിൽ ആ ഒരു സങ്കടമുണ്ട്, തനിക്ക് നന്നേ പ്രായമായി വരുന്നു ഉള്ളിൽ, എന്നാലോ തനിക്കൊരു ഉണ്ണി ഇല്ലതാനും. ആ ഒരു സങ്കടം നന്ദഗോപരെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തനിക്കൊരു ഉണ്ണി പിറന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു സംസാര ചക്രത്തിൻ്റെ അവസാനത്തെ ആ ഒരു കാലഘട്ടത്തിലേക്ക് താൻ നീങ്ങുകയാണെന്ന് ബോധ്യപ്പെട്ടിരുന്ന ഒരു കാലത്തിൽ തനിക്കൊരു ഉണ്ണി പിറന്നു എന്നത് തൻ്റെ ചെറുപ്പത്തെ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ അതൊന്നും പോരാത്തതിന് ഒരു നാടിൻ്റെ മൊത്തം ഉത്സവമായി മാറിയിരിക്കുകയാണ് തൻ്റെ ഉണ്ണിയുടെ ജനനം. അത് താൻ ആ നാട്ടുരാജാവായതുകൊണ്ടല്ല, മറിച്ചോ തൻ്റെ ഉണ്ണിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഒരു വൈഭവമുണ്ട്, ഒരു ആകർഷണ ശക്തി കൂടുതലുണ്ട്. വല്ലാതെ തനിക്കും തൻ്റെ ഗ്രാമത്തിനും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു. തന്നെയല്ല, ഈ ഒരു ഉണ്ണിയുടെ ജനനത്തോടു കൂടി ആ ഗ്രാമത്തിലാകെ ഐശ്വര്യലക്ഷ്മി അങ്ങനെ നർത്തനമാടുകയാണ്. അപ്പോൾ എന്തൊക്കെയോ ഒരു പ്രത്യേകത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ 2 ദിവസമേ ആയുള്ളൂവെങ്കിൽ, അല്ലെങ്കിൽ 4-5 ദിവസമേ ആയിട്ടുള്ളെങ്കിലും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആനന്ദാനുഭൂതി പകർന്നു തരാൻ ഈ ഉണ്ണിക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ തനിക്കിപ്പോൾ താൻ വാർദ്ധക്യമൊക്കെ മറന്നിരിക്കുന്നു, തനിക്കൊരു പുതിയ ജന്മം കിട്ടിയിരിക്കുകയാണ് എന്ന് നന്ദഗോപർക്കും അറിയാം. ആ സത്യം വസുദേവരും മനസ്സിലാക്കുന്നു. നന്ദഗോപരുടെ ആ ഒരു ഉത്സാഹത്തിമിർപ്പ്, നന്ദഗോപരുടെ ആ ഒരു പ്രസരിപ്പ് ഒക്കെ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, അല്ലയോ നന്ദഗോപരെ, അങ്ങേക്ക് ഒരു പുതിയ ജന്മം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു, അതൊരു മഹാഭാഗ്യമാണ്. ഇവിടെ ആ മഹാഭാഗ്യം എന്നുള്ള വാക്കുകൊണ്ട് നന്ദഗോപർക്ക് പിറന്നിരിക്കുന്ന ഉണ്ണി ആരാണെന്ന് വ്യക്തമായി അറിയുന്ന വസുദേവര് ആ വാക്ക് തന്നെ പ്രയോഗിച്ചതിൽ നമുക്കൊട്ടും അതിശയിക്കാനില്ല. കാരണം നന്ദഗോപരുടെ ഉണ്ണി ആരാണെന്ന് അറിയുന്ന ഏക വ്യക്തി, അല്ലെങ്കിൽ ഇവിടെ ദേവകീദേവിക്കും അറിയാവുന്നതാണ്, എന്നിരുന്നാലും മറ്റുള്ള ഈ ലോകത്തിൽ ആർക്കും അറിയില്ലെങ്കിലും തനിക്കും ദേവകീദേവിക്കും മാത്രം അറിയുന്ന ഒരു സത്യമാണിത്. ആ നന്ദഗോപരുടെ ഉണ്ണിയുടെ ശരിയായ തത്വം എന്താണ്, ഭാവം എന്താണ് എന്നുള്ളത്. അതുകൊണ്ടാണ് വസുദേവർ അത് തന്നെ പറഞ്ഞത്, മഹാഭാഗ്യമായിരിക്കുന്നു അങ്ങേക്ക് ആ ഉണ്ണിയെ തൻ്റെ കൈകളിൽ എടുക്കാൻ, ഉണ്ണിയെ സദാ കണ്ടുകൊണ്ടിരിക്കാൻ. തന്നെയല്ല, ഈ സംസാര ചക്രത്തിലെ അവസാന ആ ഒരു അന്ത്യവേളയിലേക്ക് അടുത്തുകൊണ്ടിരുന്ന നന്ദഗോപർക്ക്
അവസാനമാണെങ്കിലും അല്ലെങ്കിലും ഈ ജീവിതത്തിലെ ഓരോ നിമിഷവും ആ ഒരു ചൈതന്യത്തോടൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ്. കാരണം എപ്പോഴാണ് മൃത്യു ഗ്രസിക്കുക എന്നറിയില്ല. ആ മൃത്യുവാകുന്ന സർപ്പത്തിൻ്റെ വാ പിളർന്നിരിക്കുന്ന ആ സർപ്പത്തിൻ്റെ വായിലാണ് ജനിക്കുന്ന നിമിഷം മുതൽ നമ്മൾ ഓരോരുത്തരും എപ്പോഴാണ് നമ്മളെ വിഴുങ്ങുക എന്നറിയില്ല. ഇവിടെ വസുദേവർക്കാകട്ടെ, വസുദേവർക്കും അറിയില്ല തനിക്ക് എപ്പോഴാണ് ആ ഒരു സർപ്പത്തിൻ്റെ വായിൽ അകപ്പെട്ടു പോകേണ്ടത് എന്ന്. പക്ഷേ എന്നിട്ടും ആ ദിവ്യരൂപത്തെ കൺമുമ്പിൽ തടവറയിൽ വെച്ച് കണ്ടുവെങ്കിലും കൂടെ കഴിയാൻ, സമയം കൂടെ ചിലവഴിക്കാൻ എത്ര നിമിഷം ബാക്കിയുണ്ടെന്നറിയില്ല, ചിലവഴിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം. എന്നിരുന്നാലോ തൻ്റെ ഭ്രാതൃ സഹോദരനായിട്ടുള്ള നന്ദഗോപരുടെ ഗൃഹത്തിൽ തൻ്റെ ഉണ്ണി സുരക്ഷിതനാണെന്നുള്ള ഒരു ആശ്വാസമുണ്ട്. അവിടെ നന്ദഗോപരുടെ ഭാഗ്യത്തെ വസുദേവരൊന്ന് വാഴ്ത്തുകയാണ്. എന്തു മഹാഭാഗ്യമാണ് അങ്ങേക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു പുനർജന്മം. പിന്നെയോ ഒന്നുകൂടി പറഞ്ഞു, ഈ ഒരു സംസാര ചക്രത്തിൽ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ അഥവാ പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയുന്നത്, കണ്ടുമുട്ടുവാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. നന്നേ പ്രായമായിരിക്കുന്ന തൻ്റെ ഭ്രാതൃ സഹോദരനായിരിക്കുന്ന നന്ദഗോപര് ആ ഭഗവാന്റെ പിതൃസ്ഥാനം അലങ്കരിക്കുകയും ഇതുവരെ ആ മൃത്യുവിൻ്റെ കൈകളിൽ അല്ലെങ്കിൽ വായ്ക്കുള്ളിൽ പെടാതെ വീണ്ടും ആ ഭ്രാതൃ സഹോദരനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അത് തനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് ആ നന്ദഗോപരെ വീണ്ടും കാണാൻ കഴിഞ്ഞത്. ഭഗവാന്റെ അംഗസ്പർശം സദാ ഏറ്റുകൊണ്ടിരിക്കുന്ന ആ നന്ദഗോപരെ വീണ്ടും കാണാൻ കഴിഞ്ഞത് തനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണ്. ഇവിടെ എല്ലാ തരത്തിലും ഭഗവാന്റെ സാമീപ്യത്തിലും കർമ്മങ്ങൾ ചെയ്യാൻ മറക്കുന്നില്ല എന്നുള്ളതും സദാ വർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രവൃത്തി പോലും ഭഗവാനിൽ അധിഷ്ഠിതമാണ്. മനസ്സാ വാചാ കർമ്മണ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവകർമ്മങ്ങളും ആ ഭഗവത് വിചാരത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ നന്ദഗോപരാകട്ടെ ആ ഗോകുലത്തിലുള്ളവരാകട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്ന. അവരുടെ ഉള്ളിൽ സദാ ആ ഭഗവത് ചിന്ത മാത്രമേ ഉള്ളൂ, ആ ഉണ്ണിയെക്കുറിച്ചുള്ള ചിന്തയേ ഉള്ളൂ. അങ്ങനെയുള്ള സജ്ജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, സുഹൃജ്ജനങ്ങളെ, സത്തുക്കളെ കാണുവാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ്. അത് ദുർലഭമാണ് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം സദാ ഭഗവാനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക, അതിലേറെ ഇവിടെ ആ ഭഗവാന്റെ സംഘം കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് ഗോകുലത്തിലുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ള അല്ലയോ ഭ്രാതൃ സഹോദര, അങ്ങയെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞത്, അങ്ങയെപ്പോലെയുള്ള സജ്ജനങ്ങളെ കാണാൻ കഴിയുന്നത് ദുർലഭമാണ്. പക്ഷെ ഇവിടെ എനിക്ക് ആ മഹാഭാഗ്യം കൈവന്നിരിക്കുന്നു എന്നുകൂടി ഇവിടെ വസുദേവര് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ദിഷ്ട്യാ സംസാരചക്രേസ്മിൻ വർത്തമാനഃ പുനർഭവഃ ഉപലബ്ധോ ഭവാനദ്യ ദുർലഭം പ്രിയദർശനം. ഇനി നമ്മൾ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമുക്കൊന്ന് നോക്കാനുള്ളത്. ഇവിടെ ആദ്യത്തെ പാദത്തിൽ വർത്തമാനഃ പുനർഭവ രണ്ടിടത്തും വിസർഗമുണ്ട്. അത് രണ്ടും പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയുള്ളത് ഭവാനദ്യ, അവിടെ നായ്ക്ക് അകാരം കൊടുത്തു വായിക്കണം, കാരണം അത് അദ്യ ആണ്. പിന്നെ ദുർലഭം ലായും ഭായും എന്ന് കട്ടിയിൽ വായിക്കാൻ ശ്രമിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളെ ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇനിയും നമുക്ക് നോക്കാനുള്ളത് ആ ഒരു ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസമാണ്. അസ്മിൻ സംസാരചക്രേ വർത്തമാനഃ ഭവാൻ അദ്യ പുനർഭവഃ ഉപലബ്ധഃ ദിഷ്ട്യാ പ്രിയദർശനം ദുർലഭം. ഒന്നുകൂടി പറയാം. അസ്മിൻ സംസാരചക്രേ വർത്തമാനഃ ഭവാനദ്യ
പുനർഭവഃ ഉപലബ്ധഃ ദിഷ്ട്യാ പ്രിയദർശനം ദുർലഭം. ഇത്രയുമാണ് ആ ഒരു ശ്ലോക സംബന്ധമായിട്ട് നമുക്ക് അനുസ്മരിക്കാൻ കഴിയുന്നത്. ഹരേ കൃഷ്ണ.